بسم الله الرحمن الرحيم بسم الله الرحمن الرحيم باب التناوب في العلم ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഇൽമ് പഠിക്കാൻ വേണ്ടി എന്ത് ത്യാഗവും സഹിക്കണം, ഇൽമ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വഴികളും ഉണ്ടാവരുത്, ഓരോരുത്തർക്കും അവരവരുടെ ഊഴങ്ങൾ നഷ്ടപ്പെട്ടു പോവരുത് എന്നതാണ് ചർച്ച. അതുമായി ബന്ധപ്പെട്ടൊരു ബാബാണ് ബാബു തനാവുബി ഫിൽ ഇൽമി എന്ന് പറയുന്നത്. തനാവുബ് എന്ന് പറഞ്ഞാൽ പരസ്പരം ഊഴങ്ങളെ ഓഹരി ചെയ്യുക, ഷിഫ്റ്റായി നിശ്ചയിക്കുക. അപ്പോൾ ഇൽമിനെ പഠിക്കുന്നതിൽ തനാവുബ് ചെയ്യുക, അതുപോലെ തന്നെയാണ് പഠിപ്പിക്കുന്നതിലും തനാവുബുണ്ട്. അത് ഈ ഹദീസിൽ നിന്ന് സൂചനയായി കിട്ടുള്ളൂ. ഇവിടെ വ്യക്തമായി പറയുന്നത് പഠിക്കുന്നതിലുള്ള തനാവുബ്, ഷിഫ്റ്റിങ്. എന്താ സംഭവം? രണ്ടാൾക്ക് പ്രത്യേകമായ, പല ആളുകൾക്ക് പ്രത്യേകമായ ജോലികളുണ്ട്. ആ ജോലി ഒഴിവാക്കാൻ അവർക്ക് പറ്റൂല, കാരണം ഒരു മഈശത്തിൻ്റെ പ്രശ്നമാണ്. ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ജോലി വേണം. എന്നാൽ പഠിക്കാൻ അവസരവും വേണം. എന്ത് ചെയ്യുക? ഒരാൾ ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഇന്ന ദിവസം ഇന്ന ആൾ പഠിക്കാൻ പോവുക, ജോലി മറ്റേ ആൾ ചെയ്യുക. അങ്ങനെ രണ്ടാളും കൂടി തീരുമാനിക്കുക, എനിക്ക് ടൈം ടേബിൾ വെക്കുക. എന്നിട്ട് ഓരോരുത്തരുടെ ടൈം ടേബിൾ ഓരോരുത്തർ പഠിക്കാൻ വേണ്ടി പോവുക, മറ്റേ ആൾ ജോലി ചെയ്യുക. ഇത് ഇങ്ങനെയായിട്ടെങ്കിലും ഇൽമ് നഷ്ടപ്പെടരുത്. എന്നിട്ട് പഠിക്കാൻ പോയ ആൾ മറ്റേ ആളുമായി കൂടിയിരിക്കുമ്പോൾ എന്തെല്ലാം പഠിച്ചു എന്നുള്ളത് ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഓരോരോ ദിവസത്തെ ക്ലാസ്സുകളും ഓരോരുത്തർക്കും നഷ്ടപ്പെട്ടു പോകില്ല. വിഷയത്തിൽ രണ്ടാൾക്കും മഹാറത്ത് ഉണ്ടാകും. നേരിട്ട് ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് ഒരാൾ, അദ്ദേഹം തിരിച്ചു വന്നിട്ട് അവിടെ ജോലി ചെയ്യുന്ന ആൾക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ആൾക്ക്, തൊഴിലേർപ്പെടുന്ന ആളുകൾക്ക് അവർക്കത് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ തന്നെയായിരുന്നു പഴയ കാലത്ത്, ഇന്നും അങ്ങനെ തന്നെയുണ്ട്. പഠനത്തിൻ്റെ സമയത്തിനിക്ക് ഓരോരുത്തരും തന്നെ വിദേശത്തെല്ലാം പോകുന്ന ആൾ, പ്രത്യേകിച്ച് യൂറോപ്പിലെല്ലാം പോകുന്ന ആളുകൾ, അവർക്ക് ജീവിക്കാൻ അവർ ജോലി കണ്ടെത്തും. അതോടെ പഠനത്തിനുള്ള ടൈം മാറി നീക്കി വെക്കും. പഠനത്തിന് ടൈം കഴിഞ്ഞാൽ ജോലി ചെയ്യും. നമ്മൾ പറഞ്ഞ ആ ഒരു ഷിഫ്റ്റിംഗ് അല്ല ഇവിടെ പറഞ്ഞത്. രണ്ടോ മൂന്നോ ആളുകൾക്ക് ഒരേ സമയത്ത് ഒരു ഉസ്താദിൻ്റെ അടുത്ത് പോയി പഠിക്കാൻ കഴിയാതിരിക്കുമ്പോൾ അവരുടെ ജോലികൾ, കച്ചവടങ്ങൾ, കൃഷികൾ, ഇങ്ങനെയുള്ള അവർക്കുള്ള ഡ്യൂട്ടികൾ അവർക്ക് പ്രയാസമായി വരുമ്പോൾ ഇവരിൽ നിന്ന് കുറച്ചാൾ പഠിക്കാൻ വേണ്ടി വിടുക, കുറച്ചാൾ ജോലി ചെയ്യുക. പഠിക്കാൻ വേണ്ടി പോയ ആളുകൾ തിരിച്ചു വരുമ്പോൾ ഇവർക്കത് പറഞ്ഞു കൊടുക്കണം. പിറ്റേന്ന് മറ്റൊരു പോകും, എന്നും ഒരു കൂട്ടർ പറഞ്ഞേക്കല്ല, മാറി മാറി പോകണം. തനാവു തഫാവുൽ ബാബാണ്, മാറി മാറി പോകണം. ഇന്നൊരാൾ, നാളെ മറ്റേയാൾ, മറ്റന്നാൾ മറ്റൊരാൾ, ഇങ്ങനെ മാറി മാറി പോവുക. അത് വിശദീകരിക്കുന്ന ബാബാണ്. അത് നല്ല കാര്യമാണ്. ഇൽമ് നഷ്ടപ്പെട്ടു പോവാതിരിക്കലിനും അതോടുകൂടെ ജോലികൾ മുന്നോട്ട് കൊണ്ടുപോകാനും നല്ലതാണ് എന്ന് വിശദീകരിക്കുന്ന ബാബാണ്. അത് സുന്നത്താണ്. وبه قال الشيخ الإمام الحافظ أمير المؤمنين في الحديث أبو عبد الله محمد بن إدريس محمد بن إسماعيل البخاري رضي الله عنه ونفعنا بعلومه. حدثنا أبو اليماني قال أخبرنا شعيب عن الزهري قال أبو عبد الله وقال ابن وهب أخبرنا يونس عن ابن شهاب عن عبيد الله بن عبد الله بن أبي ثور عن عبد الله بن عباس رضي الله عنهما وعنهم عن عمر رضي الله عنه أنه قال كنت أنا وجار لي من الأنصار
في بني أمية بن زيد وهي من عوالي المدينة وكنا نتناوب النزول على رسول الله صلى الله عليه وسلم ينزل يوما وأنزل يوما فإذا نزلت جئته بخبر ذلك اليوم من الوحي وغيره وإذا نزل فعل مثل ذلك فنزل صاحب الأنصاري يوم نوبته فضرب بابي ضربا شديدا فقال أثمه ففزعت فخرجت إليه فقال حدث أمر عظيم قال فدخلت على حفصة فإذا هي تبكي فقلت طلقكن رسول الله صلى الله عليه وسلم قالت لا أدري ثم دخلت على النبي صلى الله عليه وسلم فقلت وأنا قائم أطلقت نساءك قال لا فقلت الله أكبر. ഈ ഹദീസ് ബുഖാരിയിൽ കുറേ സ്ഥലത്ത് വന്നിട്ടുണ്ട്. 10 കൂടുതൽ സ്ഥലത്ത് വന്ന ഹദീസാണ്. ഇതിന് വിശകലനമുള്ള ഹദീസുകളാണ്. ഇതൊരു മുഖ്തസറായതാണ്. ഇവിടെ നാം പ്രത്യേകം ചിന്തിക്കേണ്ടത്, പലപ്പോഴായി നാം പറഞ്ഞതാണെങ്കിലും ആവർത്തിക്കേണ്ടത് നല്ലതാണ്, മറക്കാതിരിക്കാൻ നല്ലതാണ് എന്ന് വെച്ച് ആവർത്തിക്കുകയാണ്. ഈ ഹദീസ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഒരു ബാബിട്ടു. എന്നിട്ട് ഷിഫ്റ്റിംഗ് സമ്പ്രദായം ഇൽമിനെ പഠിക്കുന്നതിൽ പറ്റുമെന്നതാണ് ബാബ്. അതിൽ പറയുന്ന ഹദീസ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരുടെ പാർട്ട്ണറായ അൻസാരിയും അവർ രണ്ടാളും മദീനയിലെ അവാലി ജന്നത്തുൽ ബഖീൻ്റെ ഭാഗത്തിൽ കൂടെ അങ്ങോട്ട് പോയാൽ ഏകദേശം 2.5-3 കിലോമീറ്റർ പോയാൽ അവാലി തുടങ്ങും. വിശാലമായ സ്ഥലമാണ്. മദീനയുടെ പഴയ കാലത്തെ കൃഷിസ്ഥലവുമാണത്. അവിടെയായിരുന്നു ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരുടെ പാർട്ട്ണറായ ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അവരുടെയും കച്ചവട സ്ഥലം. അപ്പം കച്ചവടം അവിടെ വെച്ച് നടക്കുമ്പോൾ സ്ഥിരമായി മദീനയിലേക്ക് വരാൻ പ്രയാസമായതുകൊണ്ട്, രണ്ടാളും കൂടി ഒപ്പം വരാൻ പറ്റാത്തത് കൊണ്ട് കച്ചവടം മുടങ്ങും. കച്ചവടം മുടങ്ങിയാൽ മഈഷത്തിനെ ബാധിക്കും. ഓരോരുത്തർ ഓരോ ദിവസം വരും. ഒരാൾ കച്ചവടത്തിൽ നിൽക്കും, മറ്റേ ആൾ റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് ഇൽമോടിക്കാൻ വരും. അങ്ങനെ പതിവായിരുന്നു. പോയി വന്ന ആൾ, പഠിച്ചു വന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇന്ന വഹികൾ ഇറങ്ങി, ഇന്ന ആയത്തുകൾ ഇറങ്ങി, ഇന്ന സംഭവങ്ങൾ സംഭവിച്ചു എന്നെല്ലാം നബി മറ്റേയാൾക്ക് വിശദീകരിച്ചു കൊടുക്കും. ഇതാണ് ഹദീസിലെ സംഭവം. ഇവിടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും അവരുടെ പാർട്ട്ണറും തമ്മിൽ തനാവുബ് ചെയ്തിരുന്നു, ഷിഫ്റ്റിംഗ് സമ്പ്രദായം ഏർപ്പെടുത്തിയിരുന്നു. ഇതാണ് ഹദീസ്. ഇവിടെയുള്ള ചോദ്യം, ഈ ഹദീസ് എങ്ങനെയാണ് ഒരു ബാബിന് തെളിവായി വരിക? ഇത് 2 സ്വഹാബികളുടെ പണിയല്ലേ, ഇത് മർഫൂആയ ഹദീസ് അല്ലല്ലോ എന്ന് ചോദിക്കപ്പെടാം. അറിവില്ലാത്തവർ അങ്ങനെ ചോദിക്കാം. പക്ഷെ ഇൽമുൽ ഹദീസുമായി ബന്ധപ്പെട്ട ആളുകൾക്കറിയാം ഇത് റസൂലുള്ളാഹിന്റെ അടുക്കലേക്കാണ് പോകുന്നത്. ഈ സമ്പ്രദായം ഓരോരോ ദിവസവും ഓരോരുത്തരും മാറി മാറി വരുമ്പം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിക്ക് അറിയാം. ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അൻസാരി നബി തങ്ങൾക്കറിയാം, പ്രമുഖ കച്ചവടക്കാരാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും മാറി വരുന്ന വിഷയം റസൂലുള്ളാഹി അറിയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അംഗീകാരം അവിടെ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ സംഭവം മർഫൂആയ ഹദീസാണ്. ഈ തനാവുബ് റസൂലുള്ളാഹി അറിഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹി പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ അംഗീകാരമുണ്ട്, തക്രീറുണ്ട് അവിടെ. അതുകൊണ്ട് ഇത് മർഫൂആയ ഹദീസാണ്.
അത് വളരെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ സനദിലുള്ള റാവിമാർ ആകെ 9 പാള പേരാണ് പറഞ്ഞിട്ടുള്ളത്, 2 ത്വരീഖുണ്ട്. ആദ്യം ഇമാം ബുഖാരിയുടെ ഉസ്താദ് അബുൽ യമാൻ, അവരുടെ ഉസ്താദ് ഷുഐബ്, അവരുടെ ഉസ്താദ് ഇമാം സുഹരി ഇബ്നു ശിഹാബ്. രണ്ടാമത്തെ സനദിൽ ത്വരീഖിൽ ഖാല അബൂ അബ്ദില്ല എന്നാൽ അത് ഇമാം ബുഖാരിയാണ്. ഇമാം ബുഖാരി പറയാണ് വഖാല ഇബ്നു വഹ്ബിൻ, ബഹുമാനപ്പെട്ട ഇബ്നു വഹ്ബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഈ ഇബ്നു വഹ്ബ് എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹി ഇബ്നു വഹ്ബ് മിസ്രിയാണ്. അവർ ഇമാം ബുഖാരി ജനിക്കുന്ന അന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന് 3 വയസ്സുണ്ടാകുമ്പോൾ വഫാത്തായ ആളാണ് ഇബ്നു വഹ്ബ്. ഇമാം ബുഖാരിയുടെ ജനനം 197-ലാണ്. അല്ല, ഇമാം ബുഖാരിയുടെ ജനനം 194-ലാണ്. ഇബ്നു വഹ്ബിൻ്റെ വഫാത്തുള്ളത് 197-ലാണ്. അപ്പം ഇബ്നു വഹ്ബ് റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി കണ്ടിട്ടില്ല. അതുകൊണ്ട് വഖാല ഇബ്നു വഹ്ബിൻ എന്ന് പറയുന്നത് മുഅല്ലഖായ ഹദീസാണ്. മുഅല്ലഖ് എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരിയുടെ ഉസ്താദ് ഇബ്നു വഹ്ബിനെ തൊട്ട് ഇമാം ബുഖാരിക്ക് ആര് ഹദീസ് പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ല. എനിക്കാണ് മുഅല്ലഖ് എന്ന് പറയാ. ഇമാം ബുഖാരിയുടെ മുഅല്ലഖാത്ത് മുഴുവനും മുത്തസിലത്തുൻ സഹീഹത്തുൻ. وقال ابن وهب قال أخبرنا يونس عن ابن شهاب. അപ്പോൾ ഇബ്നു ശിഹാബിനെ തൊട്ട് യൂനുസ് എന്നവർ ഹദീസ് പറഞ്ഞിട്ടുണ്ട്. അത് യൂനുസ് എന്നവരുടെ ശിഷ്യൻ ഇബ്നു വഹ്ബാണ്. ഇബ്നു വഹ്ബ് എന്ന് പറഞ്ഞാൽ ധാരാളം ചരിത്രങ്ങളുള്ള വലിയ മഹാനാണ്. അവർ ആദ്യകാലം ഇബാദത്തിനേക്ക് മുൻഗണന നൽകി അങ്ങനെ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു. അങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് അവർക്ക് ഈസാ നബി അലൈഹി സ്വലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിതാവില്ലാതെ പടച്ചു എന്നുള്ള ആ വിഷയം, അത് എങ്ങനെ എന്നുള്ള ചോദ്യം മനസ്സിൽ വരികയാണ്. ആ ചോദ്യം ശൈത്താന് എൻ്റെ മനസ്സിൽ ഇങ്ങനത്തെ ചോദ്യം ഇട്ട് തന്നു എന്നാണ്. അപ്പം അതൊന്ന് ഹല്ല് ചെയ്യാൻ വേണ്ടി ചോദിച്ച് നടന്നപ്പം മഹാന്മാരായ ഔലിയാക്കൾ പറഞ്ഞു, അന്നത്തെ ശൈഖന്മാർ പറഞ്ഞു, നിങ്ങൾ ഇൽമ കൊണ്ട് സോലാവണം. വെറും ഇബാദത്ത് കൊണ്ട് മാത്രമല്ല സോലാവേണ്ടത്, ഇൽമിനെ പഠിക്കാൻ വേണ്ടി പോകണം. അങ്ങനെ 17-ാമത്തെ വയസ്സിൽ അവർ ഇൽമ പഠിക്കാൻ വേണ്ടി പോയി. അപ്പം അതിൻ്റെ മുമ്പാണ് ചോദ്യം മറുപടിക്ക് വരുന്നത്. മഹാനവറുകളെ കാളിയാക്കാൻ വേണ്ടി അന്നത്തെ ഗവൺമെൻറ് വളരെയധികം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവർ മാറി നിന്ന് ഒളിച്ചു നിൽക്കുകയായിരുന്നു. അവസാനം അവരോട് ചോദിക്കപ്പെട്ടു, നിങ്ങൾ എന്തിനാണ് ഈ കാലിസ്ഥാനത്തെ തൊട്ട് മാറി നിന്ന് ഒളിച്ചു നിന്ന് ജമാഅത്തിന് പോകുന്നില്ല, ജുമുഅക്ക് പോകുന്നില്ല, ഒന്നിനും പോകുന്നില്ല, പുറത്ത് വന്നാൽ പിടിച്ചുകാണ്ട് കാലിയാക്കും, അതുകൊണ്ട് മൂപ്പര് എവിടെയെന്ന് അറിയാതിരിക്കാൻ വേണ്ടി മാറി നിൽക്കുകയാണ്. അങ്ങനെ ചോദിച്ച മൂപ്പര് പറയാണ്, ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നെ ഉലമാക്കളോട് കൂടെ ആലിമായി എന്നെ മാഷറിൽ ഒരുമിച്ച് കൂട്ടണം. ആലിമീങ്ങളെ ഒരുമിച്ച് കൂട്ടൽ അമ്പിയാക്കളോട് കൂടെയാ. അമ്പിയാക്കളെ വാരിസ്യങ്ങൾ ആലിമീങ്ങളാണ്. ആ ആലിമീങ്ങളായി അമ്പിയാക്കളോട് കൂടെ ഒരുമിച്ച് കൂട്ടണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് ഞാൻ കാളിയായാൽ കാളിമാരെ അമാഷറയിൽ ഒരുമിച്ച് കൂട്ടൽ ഭരണ സുൽത്താൻമാരോട് കൂടെയാണ്. ആ സുൽത്താൻമാരെ കൂടെ ഒരുമിച്ച് കൂട്ടാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ആലിമീങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന അമ്പിയാക്കളോട് എനിക്ക് ഒരുമിച്ച് കൂടണം, അതിന് വേണ്ടി ഞാൻ കാളിയാണില്ല. പിന്നീട് നിർബന്ധിച്ചിട്ട് ഇവർ കാളിയാകും എന്നുള്ളിടത്ത് എത്തിയപ്പോൾ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വേഗം വഫാത്താക്കുകയും ചെയ്തു എന്നാണ് ചരിത്രമുള്ളത്. കാളിമാർക്ക് അവരെ കണ്ടെത്തി നിർത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ് അവർ വഫാത്തായി. അവരുടെ ജീവിതത്തിൽ ധാരാളം 400ഓളം ഉസ്താദന്മാരുള്ളവരാണ്, ലക്ഷത്തോളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തവരാണ്. പക്ഷേ അവരുടെ ഉസ്താദായി അറിയപ്പെടൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മാത്രമേ പറയുള്ളൂ. കാരണം മാലിക് ഇമാമിൻ്റെ അടുത്ത് കൂടുതലായി നിന്നവരാണ് അവർ. മാലിക് മദ്ഹബിൻ്റെ വലിയ പ്രചാരകനുമാണ്, ധാരാളം കിതാബുകൾ എഴുതിയവരുമാണ്. ഇമാം ഇബ്നു വഹ്ബ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ പറയുന്നത്, മാലിക് ഇമാമിന് ദേഷ്യം പിടിച്ചു. ഒരാളെ സദസ്സിൽ നിന്ന് ആട്ടി ഓടിച്ചാൽ
പിന്നീട് അങ്ങനെയുള്ള ഒരാളും നന്നായിട്ടില്ല. മാലിക് ഇമാമിൻ്റെ കുരുത്തക്കേട് പറ്റി ആട്ടി ഓടിച്ച ഒരാളും നന്നായിട്ടില്ല. എന്നാൽ ഒരു സംഭവത്തിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു കുറച്ച് പരുക്കൻ സ്വഭാവത്തിൽ പെരുമാറി അങ്ങനെ ഇബ്നു വഹബിനെ സദസ്സിൽ നിന്ന് ഓടിച്ചെങ്കിലും ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തിരിച്ചെടുക്കുകയും ലോകത്ത് വലിയ ആളാവുകയും ചെയ്തു. മാലിക് ഇമാം പുറത്താക്കിയ ഒരാൾ രക്ഷപ്പെട്ടത് ഉയർന്ന ആളായി വന്നത് ഈ ഇബ്നു വഹബ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ചരിത്രമുള്ളത്. ചരിത്ര കിതാബിൽ എല്ലാ സംഭവങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ സനദ് ത്വരീഖിലുള്ളത് വഖാല ഇബ്നു വഹബിൻ, അത് മുഅല്ലഖാണ്. ഇമാം ബുഖാരിയുടെയും ഇബ്നു വഹബിൻ്റെയും ഇടയിലുള്ള റാവിനെ പറഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെ ഒരു ചോദ്യം വരും, ഈ മുഅല്ലഖായ ഹദീസ് എന്തിനാണ്, മുഅല്ലഖായ സനദിനെ എന്തിനാണ് കൊണ്ടുവന്നത്? അത് ഇമാം ബുഖാരിയുടെ ഒരു പ്രത്യേക ഒരു തംബീഹാണ്. എന്താ ഈ പറയാൻ പോകുന്ന ഹദീസ് ബഹുമാനപ്പെട്ട സുഹ്രി ഇമാമിനെ തൊട്ട് ശുഐബ് മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് പലരും പറയലുണ്ട്. സുഹ്രിൻ്റെ ഹദീസുകളിൽ നിന്ന് ശുഐബ് മാത്രം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് എന്ന് പറയലുണ്ട്. അതിന് മറുപടി അല്ല, ഈ ഹദീസിലും സുഹ്രി ഇമാമിനെ തൊട്ട് ശുഐബ് റിപ്പോർട്ട് ചെയ്തത് പോലെ തന്നെ യൂനുസ് എന്നവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു തംബീഹിന് വേണ്ടിയാണ് ഈ രണ്ടാമത്തെ മുഅല്ലഖായ സനദിനെ തഅരീഖിനെ കൊണ്ടുവരുന്നത്. ഇബ്നു ശിഹാബിൻ്റെ സുഹ്രി ഇമാമിൻ്റെ ഉസ്താദ് ഉബൈദുല്ലാഹി ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു അബീ സൗർ, ഈ പേര് ഇവർക്ക് ഉബൈദുല്ലാഹി ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു അബീ സൗർ എന്നവർക്ക് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൊട്ട് ഈ ഒരൊറ്റ ഹദീസേ ഉള്ളൂ എന്നുള്ളതാണ്. ഇവരൊറ്റ ഹദീസേ അവരെ തൊട്ടിട്ടുള്ളൂ. ഈ പേരിൽ ഉബൈദുല്ലാഹി ഇബ്നു അബ്ദുല്ലാഹ് എന്ന പേരിൽ രണ്ടാളുണ്ട്. ഇതേ പേര് ഉബൈദുല്ലാഹി ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു അബീ സൗർ എന്നവരുടെ പേരക്കുട്ടിയായിട്ടുമുണ്ട് ഉബൈദുല്ലാ, വേറെ ഉബൈദുള്ളയുമുണ്ട്. അൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിൻ അൻ ഉമറ റളിയല്ലാഹു അൻഹും അന്നഹു ഖാൽ കുന്തു അന, ഞാനായിരുന്നു വജാറുൻ ലി, എനിക്കുള്ള ഒരു അയൽവാസിയുമായിരുന്നു, മിനൽ അൻസാർ, അൻസാറുകളിൽ നിന്നുള്ള എൻ്റെ ഒരു അയൽവാസിയുമായിരുന്നു, ഫി ബനി ഉമയ്യത്ത് ബിൻ സയ്യിദ്, ബനു ഉമയ്യത്ത് ബിൻ സയ്യിദ് എന്ന ഭാഗത്തിലായിരുന്നു. ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ബനു ഉമയ്യത്ത് ബിൻ സയ്യിദ്. അതാ വഹിയ ബനു ഉമയ്യത്ത് ബിൻ സയ്യിദ് എന്ന് പറയുന്ന ആ പ്രദേശം കണ്ട, വഹിയ അമീറുന്നത് ആ പ്രദേശം എന്ന അർത്ഥത്തിലേക്ക്. മിൻ അവാലിൽ മദീന, മദീനയുടെ അവാലിയിൽപ്പെട്ട സ്ഥലമാകുന്നു. മസ്ജിദ് നബവിയുടെ കിഴക്ക് ഭാഗത്തിനേക്കാണ് അവാലി, തൊട്ടടുത്തല്ല കിഴക്ക് ഭാഗത്തുള്ള പ്രദേശമാണത്. മദീന ടൗണിൻ്റെ പുറത്താണത്. വകുന്ന, ഞങ്ങളായിരുന്നു നതനാവബുൻ നുസൂല അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിൽ ഞങ്ങൾ ഷിഫ്റ്റിംഗ് സമ്പ്രദായം കാട്ടുന്നവരായിരുന്നു. യൻസിലു യൗമൻ വ അൻസിലു യൗമാ, ആ തനാവുബിൻ്റെ രൂപമാണ് പറയുന്നത്. ഒരു ദിവസം ഞാൻ ഇറങ്ങിച്ചെല്ലും, മറ്റൊരു ദിവസം നബി സല്ലല്ലാഹു എൻ്റെ കൂട്ടുകാരനായ അൻസാരി ഇറങ്ങും. ഓരോ ദിവസം ഓരോരുത്തരും ചെല്ലും നബി തങ്ങളുടെ അടുക്കലേക്ക്. എൻസിലു എന്നുള്ള പ്രയോഗം പ്രയോഗിക്കുന്ന അവാലി എന്ന് പറഞ്ഞ കുറച്ച് പൊന്തിയ സ്ഥലമാണ്. ഞാൻ അവിടെ പോയിട്ടുണ്ട്, മശ്റബത്ത് ഇബ്രാഹിം കാണാൻ വേണ്ടി പോയി. അപ്പോൾ അവിടുത്തെ പല ആധാറുകളും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ നോക്കിയാൽ മേലത്തെ പള്ളി താഴത്തായിട്ടാണ് നമുക്ക് തോന്നുക. അതാണ് എൻസിലു എന്ന് പറഞ്ഞത്. ഫൈദാ നസൽതു, അങ്ങനെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ജിതുഹു, എൻ്റെ കൂട്ടുകാരനായ അൻസാരി, പാർട്ട്ണറായ അൻസാരി അടുക്കലേക്ക് ഞാൻ തിരിച്ചു വരും. ബിഖബരി ദാലിക്കൽ യൗമി, ആ ദിവസത്തെ വാർത്തകളുമായി. മിനൽ വഹ്യി വ ഗൈരിഹി, വഹ്യിനാലും വഹ്യല്ലാത്തതും പല സംഭവ വികാസങ്ങളും നടക്കും. ഭരണശിലാ കേന്ദ്രമാണ് മദീന റസൂലുള്ളാഹി തങ്ങൾ. അപ്പോൾ അവിടെ വെച്ച് നടക്കുന്ന സംഭവങ്ങൾ എന്തുണ്ടോ അത് മുഴുവൻ ഞാൻ എൻ്റെ അയൽവാസിക്ക് പറഞ്ഞു കൊടുക്കും, എൻ്റെ കൂട്ടുകാരനക്ക് പാർട്ണർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും. വൈദാ നസല ഫഅല മിസ്ല ദാലിക്,
എൻ്റെ അയൽവാസി അവർ ഇറങ്ങിച്ചെന്നാൽ അവരും ഇതേമാതിരി തന്നെ ചെയ്യുന്നവരായിരുന്നു. ഫനസല സാഹിബിൽ അൻസ്വാരിയോ യൗമ നൗബത്തിഹി, അങ്ങനെ ഒരു ദിവസം എൻ്റെ അൻസ്വാരിയായ എൻ്റെ കൂട്ടുകാരൻ അദ്ദേഹത്തിൻ്റെ ഷിഫ്റ്റ് ദിവസത്തിൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. തിരിച്ചു വന്നപ്പോൾ ഉണ്ടായ സംഭവം ഫളറബാബി, അവർ എൻ്റെ ഗേറ്റ് വാതിലിനെ അടിച്ചു. ലർബൻ ഷദീദ, ശക്തിയായി അടിച്ചു. മുട്ടല്ല ചെയ്തത്. സാധാരണ സമ്മതം ചോദിക്കാനും മറ്റുള്ളതിനും വല്ല വാതിലിന് മുട്ടല്ലേ. അന്ന് വന്നിട്ട് വാതിൽ പൊളിയാന്നൊക്കെ തൊഴല്ലേ ശക്തമായൊരു അടിയാണ്ട് അടിച്ചു. ഫഖാല, അന്നത്തെ വീടും കാര്യങ്ങളൊക്കെ അല്ലേ, അത്ര വലിയ വലിപ്പ് വാതിൽ അടിച്ചാൽ ഉള്ളിലൊന്നും കേൾക്കാത്ത അവസ്ഥ ഒന്നും വരൂലല്ലോ. അപ്പം എല്ലാവരും ഉള്ളിലുണ്ട്. ശക്തമായി അടിയടിച്ചിട്ട് ഒറ്റ ചോദ്യമാണ്, അസമ്മഹു, അദ്ദേഹം അവിടെയുണ്ടോ? സർക്കാരോട് ചോദിക്കുകയാണ്, അസമ്മഹു തഅലീമിൻ്റെ പ്രയോഗമാണ്. അവരവിടെ, അദ്ദേഹം അവിടെയുണ്ടോ, വീട്ടുകാരുണ്ടോ എന്ന് ചോദിക്കുന്നത് നല്ല ചോദ്യമാണ്. അസമ്മഹു, അദ്ദേഹം അവിടെയുണ്ടോ? ഫഫസിഅ്തു, ഈ അടിയും ചോദ്യം ചോദിച്ചപ്പോൾ എന്തോ ഒരു വലിയ എമർജൻസി പറയാൻ വരുന്ന മാതിരി ഉണ്ട്. ഞാൻ ഭയപ്പെട്ടു. അവിടെ മറ്റ് ഹദീസിന് വരാൻ പോകുന്ന ഹദീസുകൾ പറയുന്നുണ്ട്. ബുഖാരി ഹദീസിൻ്റെ പൂർണ്ണരൂപം വരുന്നുണ്ട്. അന്ന് ഒസാൻ രാജാവ് മദീനയെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ള ഒരു വാർത്ത വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് പെട്ടെന്ന് വന്നിട്ട് അസമ്മഹോ എന്ന് വയ്ക്കുന്നത്. അതാ ഞാൻ പേടിച്ചു എന്ന് പറഞ്ഞാൽ ഒസാൻ രാജാവും സൈന്യവും മദീനയിലേക്ക് പുറപ്പെട്ടുകൂടെ എത്തിയോ എന്നുള്ളവർക്കാണ്. അങ്ങനെ തന്നെ ചോദിക്കുന്നുണ്ട്. അത് അഹല ഒസാനും ഫിൽ മദീന ചോദിക്കുന്നുണ്ട്. ഒസാൻ രാജാവും സൈന്യവും നമ്മുടെ മദീനയിലേക്ക് വന്നോ എന്ന് ചോദിക്കുന്നുണ്ട് ഉമറത്താബ് മറ്റൊരു ഹദീസിൽ. ഫഖറജ്തു ഇലൈ, അങ്ങനെ ഉള്ളിക്ക് പേടിയോട് കൂടെ ഞാൻ അദ്ദേഹത്തിലേക്ക് ഓടിച്ചെന്നു. ഫഖാല, അപ്പം എൻ്റെ കൂട്ട് സ്വഹൈബ് പറഞ്ഞു, അൻസാരി പറഞ്ഞു, ഖദ് ഹദസ അംറുൻ അളീം, വലിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. മറ്റേ ഹദീസിൽ കാണാം, ഒസാന് രാജാവും സൈന്യവും മദീനയിലേക്ക് എത്തിയോ എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി, അല്ല, അതിലും വലുതെത്തി. ഒസാൻ രാജാവ് അതിലും വലുത് വന്നാൽ നമുക്ക് പേടിയൊന്നുമില്ല, നമുക്ക് ഒതുക്കാൻ കഴിയും, റസൂൽ നമ്മളെ കൂടെ അല്ലേ. അതിലും വലിയൊരു സംഭവം നടന്നിട്ടുണ്ട്, വലിയ സംഭവമാണ് സംഭവിച്ചിട്ടുള്ളത്. കാല, അങ്ങനെ വിശദങ്ങൾ അൻസാരി അറിഞ്ഞത് പ്രകാരം അൻസാരി വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. മറ്റുള്ള ഹദീസുകൾ അതുണ്ട്, മുത്തവല ഹദീസിൽ അതുണ്ട്. കാല, ബഹുമാനപ്പെട്ട ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫദഖൽതു അലാ ഹഫ്സത, ഞാൻ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് കയറി ചെന്നു. ഹഫ്സ ഉമർ ഖത്താബിൻ്റെ മകളാണ് റളിയല്ലാഹു അൻഹുമാ. ഫഇദാ ഹിയ തബ്കി, അങ്ങനെ എത്തിയപ്പോൾ ഹഫ്സ റളിയല്ലാഹു അൻഹ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു, തൊല്ലകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് തൊലാക്ക് ചൊല്ലിയോ എന്ന് ഞാൻ ചോദിച്ചു. ഉമർ ഖത്താബ് അൻസാരിൻ്റെ വക്കലിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരുമായി അടുത്തടുത്തായിട്ട് 2-3 സംഭവങ്ങൾ തുടർച്ചയായി സംഭവിച്ചു. ഒന്ന് ഹഫ്സ റളിയല്ലാഹു അൻഹയോടൊരു സംഭവം റസൂലുള്ളാഹി തങ്ങൾ ആരോടും പറയരുത് എന്ന് പറഞ്ഞത് അത് ഹഫ്സ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഭാര്യമാർ സൈന്യം രണ്ട് സെറ്റായിരുന്നു. ഹഫ്സ ബീവി, ആയിഷ ബീവി, സൗദ റളിയല്ലാഹു അൻഹ, ഇങ്ങനെയുള്ളവരെല്ലാവരോടും കൂടിയിട്ടുള്ള ഒരു സെറ്റും, ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും സൈനബ് ബീവി, ഇങ്ങനെയുള്ള കുറച്ച് ആളുകൾ കൂടിയിട്ടുള്ള വേറൊരു സെറ്റും. അങ്ങനെ ഹഫ്സൻ്റെ അടുത്ത് എന്തുണ്ടോ അത് ആയിഷ ബീവിയോട് പറയും. അത് രണ്ടും അടുത്തടുത്ത അയൽവാസികളുമാണ്, അടുത്തടുത്ത വീടുകളുമാണ്, തൊട്ടടുത്ത് തന്നെ എല്ലാവരെയും വീടുള്ളത്. അപ്പം അങ്ങനെ ഹഫ്സ റളിയല്ലാഹു അൻഹയോട് പറയരുത് എന്ന് പറഞ്ഞ വിഷയം പറഞ്ഞ സ്വകാര്യം ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോൾ പറഞ്ഞു അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ ഉടനെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോരുത്തർക്കും നൽകുന്ന ചെലവിനായി നൽകുന്ന 100 വസക്ക്, ഒരു ദിവസത്തേക്ക് ഏകദേശം 50 കിലോ തരുന്നത്, ഞങ്ങൾക്ക് ഇത് തികയുന്നില്ല, ഞങ്ങൾ ഉമ്മഹാത്തുൽ മോമിനീങ്ങളാണ്, ഞങ്ങളടുക്ക് ധാരാളം ആളുകൾ, ഉമ്മകളടുക്കിലേക്ക് മക്കൾ വരുന്നത് കൊണ്ട് ധാരാളം മക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ്,
അവർക്കെല്ലാവർക്കും കൊടുക്കാൻ മാത്രം ഇത് തയ്യില്ല, ഞങ്ങൾക്ക് കൂടുതൽ വേണം എന്നൊന്ന് ആവശ്യപ്പെട്ട സംഭവം വേറെ ഉണ്ടായിട്ടുണ്ട്. പിന്നെയും വേറെ ഒന്ന് രണ്ട് സംഭവങ്ങൾ തേനിൻ്റെ വിഷയം വന്നിട്ടുണ്ട്. ഇങ്ങനെ പല പ്രശ്നങ്ങളും കൂടിയും തുടർച്ചയായി വന്നപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദേഷ്യം പിടിച്ചു. ഈ ഒരാളെ തൊട്ടും അടുക്കൂല എന്ന് പറഞ്ഞ് നബി തങ്ങൾ മാറി താമസിച്ച ദിവസം ഒരു മാസത്തേക്ക് ഒരാളെടുത്ത് ഞാൻ വരൂല എന്ന് സത്യം ചെയ്തിട്ടുണ്ട്. അന്ന് നടന്നത് എന്താ? പുറത്ത് വന്ന വാർത്തകൾ നബി തങ്ങൾ എല്ലാ ഭാര്യമാരും തൊലാക്കല്ലീന. ഈ സംഭവമായി അറിഞ്ഞത് വെച്ചിട്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹഫ്സ റളിയല്ലാഹു അൻഹുവിനെ ആദ്യം തന്നെ ഹഫ്സ റളിയല്ലാഹു അൻഹയെ ആദ്യം തന്നെ ശകാരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതിന് റസൂലുള്ളാഹിനെ ഇടങ്ങറാക്കാൻ മാത്രം നിങ്ങൾ വലുതായോ എന്നാ ചോദിക്കുന്നത്. ഹഫ്സാനോട് വന്നിട്ട് ഹഫ്സാനോട് പറഞ്ഞിട്ടുണ്ട്, നിന്നെ നബി തങ്ങൾക്ക് വലിയൊരു ഇഷ്ടമൊന്നുമില്ല, ഞാനുണ്ടായത് കൊണ്ടാണ് നിർത്തുകയാണ്, പിന്നെ എന്തിനാണ് ഈ ശല്യപ്പെടുത്താൻ പോകുന്നത്? അങ്ങനെയുള്ള ശൈലിയെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയോടും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്ന് പോയി സംസാരിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹു, നിങ്ങൾ എന്നോട് എന്തിനു സംസാരിക്കുന്നത്? നിങ്ങൾക്ക് സംസാരിക്കാൻ യോഗ്യത നിങ്ങളെ മോളിൽ അവിടെ പോയി പറഞ്ഞോളിയാർ നിൽക്കുക. വിശദമായ ഹദീസുകളാണ്, അത് സംഭവങ്ങളാണ്. അപ്പോൾ എന്തായാലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മകൾക്ക് സപ്പോർട്ടായി നിൽക്കാതെ നബി തങ്ങൾക്ക് അനുകൂലമായി സംസാരിച്ചപ്പോൾ കൂടുതൽ കരഞ്ഞു. ആ കരഞ്ഞ സംഭവം വെച്ചുകൊണ്ടാണ് അതാ ഫൈദാഹിയ തബ്കി ഫഖുൽതു തല്ലകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലത്ത്. ഹഫ്സ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ലാ അദ്രി, എനിക്കറിയില്ല, എന്നെ കേൾക്ക തൊലാക്ക് ചൊല്ലിയിട്ടില്ല, അങ്ങനെ പറയപ്പെടുന്നുണ്ട്. സുമ്മ ദഖൽതു അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, പിന്നീട് ഞാൻ നബി തങ്ങളുടെ അടുക്കലേക്ക് കയറി ചെന്നു. അതും വിശദമായ സംഭവമുണ്ട്. 1, 2, 3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്നത് നബി തങ്ങളെ ഒരു വീടിൻ്റെ സാധനങ്ങളിലും വെക്കുന്ന അട്ടത്ത് മുകളിലാണ്. അവിടെ സാധനങ്ങളൊന്നുമില്ല. റബാഹ് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടിമ ഗേറ്റിങ്ങൽ മുകളിൽ കയറി നബി തങ്ങൾ ഇരിക്കുന്നതിൻ്റെ അട്ടത്തിൻ്റെ താഴെ കയറിച്ചിരുന്ന ഭാഗത്ത് കാലും പുറത്ത് ഇരിക്കുന്നുണ്ട്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു റബാഹിനോട് പറഞ്ഞു, നബി തങ്ങളെ അടുത്തേക്ക് വരട്ടെ, ഉമർ വരുന്നുണ്ട് പറയുമെന്ന് പറഞ്ഞ് സമ്മതം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ചോദിക്കുന്നത് നബി തങ്ങൾ കേൾക്കുന്നതിൽക്കാണ് ചോദിച്ചത്. റബാഹിനിക്ക് ഇഷാറത്ത് കിട്ടാത്തത് കൊണ്ട് റബാഹ് പറഞ്ഞു സമ്മതമില്ല. അങ്ങനെ അങ്ങനെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തിരിച്ചു പോയി പള്ളിയിൽ പോയി ഇരുന്നിട്ടുണ്ട്. അവർക്കും എല്ലാവരും ദുഃഖത്തിലാണ്, വിഷമത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ദേഷ്യം പിടിച്ചിട്ടുണ്ട് എന്നുള്ള അവിടുത്തെ പ്രശ്നം. നബി തങ്ങൾക്ക് ദേഷ്യം പിടിച്ചാൽ അവിടെ അള്ളാഹുവിനക്കും ദേഷ്യം പിടിക്കും. അള്ളാഹുവിനക്ക് ദേഷ്യം പിടിച്ചാൽ പിന്നെ എന്താണ് അവിടെ സംഭവിക്കുക? അള്ളാഹു റസൂലും ദേഷ്യമായി പിന്നെ എന്താ സംഭവിക്കുക? അതൊരു സംഭവിക്കുക എന്താന്നുള്ളത് ഊഹിക്കാൻ പോലും പറ്റാത്തത് സംഭവിക്കാൻ പോവും. അതിൻ്റെ പേരിൽ എല്ലാവർക്കും ബേജാറാണ്. അതാണ് അൻസാരിയുടെ ഹദസ അംറുൻ അളീം. ഇതിൽ സഹാബത്ത് പള്ളിയിൽ വെച്ചിട്ട് പലരും പല രൂപത്തിൽ വിഷമം സഹിച്ച് കരഞ്ഞിരിക്കുകയാണ്. അവർക്കാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കയറി വരുന്നത് സമ്മതം കിട്ടാതായിട്ട്. 2ാമതും 3ാമതും അങ്ങനെ തന്നെയാണ്. 3ാമത്തെ പ്രാവശ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കെ പറഞ്ഞു, ഞാൻ എൻ്റെ മകളെ ശഫാഅത്ത് ചെയ്യാനല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നേരിട്ട് കാര്യങ്ങൾ അന്വേഷിച്ച് പഠിക്കാനാണ്. ഇവിടെ ജനങ്ങളെല്ലാം വലിയ ബേജാറിലാണ്. അങ്ങനെ സംസാരിച്ചപ്പോൾ നബി തങ്ങൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വരാൻ പറഞ്ഞ് സമ്മതം കൊടുത്തു. അങ്ങനെ നബി തങ്ങളടുത്ത് ചെന്നു സംസാരിച്ചു. വിശദമായ സംസാരങ്ങളും നബി തങ്ങളുടെ ശരീരത്തിൽ പായയുടെ അടയാളപ്പെട്ടിട്ടുണ്ട്, ഹിസ്രനെ കൈസറിനെല്ലാം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടില്ലല്ലോ എന്നെല്ലാം പറഞ്ഞ സംഭവങ്ങളുണ്ട്. അവിടെ ബുദ്ധിമുട്ടായത് എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ സാധാരണ ഒരു മനുഷ്യൻ ഉറങ്ങുന്ന സ്ഥലത്തല്ല എന്നുള്ളത്. നബി തങ്ങളെ വീടുകളിലല്ല, വീടിൻ്റെ മുകളിലുള്ള ഒരു അട്ടത്താണ് നബി തങ്ങളുള്ളത്. പ്രത്യേക സാഹചര്യമാണത്. അതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദാരിദ്ര്യത്തിന് അടയാളമായി ആരും പറയരുത്. ആ പ്രത്യേക സാഹചര്യം അങ്ങനെയായിരുന്നു. അതാ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് കടന്നു ചെന്നു. ഫഖുൽതു, അപ്പം ഞാൻ പറഞ്ഞു, വഅന ഖായിമുൻ, ഞാൻ നിൽക്കുന്നവനാണ്. നിനക്ക് ഞാൻ പറഞ്ഞു, അത്വല്ലഖ്ത നിസാഅക, നിങ്ങളെ ഭാര്യമാരെല്ലാവരെയും തങ്ങൾ ത്വലാഖ് ചൊല്ലിയോ?
ഖാല റസൂലുള്ളാഹി പറഞ്ഞു ലാ, ഞാൻ ഒരാളെയും തൊലാക്കല്ലിട്ടില്ല. ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു.